ഹായ് ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ജെയിംസ് റേ എന്ന എഴുത്തുകാരൻ്റെ മനോഹരമായ വാക്കിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചിന്തയുടെയും സ്നേഹത്തിൻ്റെയും സംയോജനമാണ് ആകർഷണ നിയമത്തിൻ്റെ ചെറുക്കാനാവാത്ത ശക്തിയായി മാറുന്നത്. മാനസികമായ സുഖാനുഭവം ഉണ്ടാവുക എന്ന തത്വം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വളർത്തു മൃഗങ്ങൾക്കും ഒക്കെ ബാധകമാണ്. ഓമന മൃഗങ്ങൾ നിങ്ങളെ വിശിഷ്ടമായ വൈകാരികാവസ്ഥയിലെത്തിക്കുന്നു. നിങ്ങളുടെ വളർത്തു മൃഗത്തെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വിശിഷ്ടമായ ആ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകളെ കൊണ്ടുവരുന്നു. മഹത്തായ ഒരു വരദാനമാണത്. സ്നേഹത്തിൻ്റെ ശക്തിയേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്തിലില്ല. നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ തരംഗദൈർഘ്യം സ്നേഹം എന്ന വികാരത്തിൻ്റേതാണ്. നിങ്ങളുടെ ചിന്തകളെ സ്നേഹം കൊണ്ട് പൊതിയാൻ കഴിഞ്ഞാൽ, ചുറ്റുപാടുമുള്ള എന്തിനേയും ആരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കും. വാസ്തവത്തിൽ കഴിഞ്ഞ കാലത്തെ മഹാന്മാരായ ചില ചിന്തകർ ആകർഷണ നിയമത്തെ സ്നേഹത്തിൻ്റെ നിയമം എന്ന് വിളിച്ചിരുന്നു. ഒന്ന് ആലോചിച്ചാൽ അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആരെക്കുറിച്ചെങ്കിലും കനിവില്ലാത്ത ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഉള്ളതെങ്കിൽ ആ കനിവില്ലാത്ത ചിന്തകൾ യാഥാർത്ഥ്യമാകുന്നത് നമ്മൾ അനുഭവിക്കും. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് മറ്റാരെയും ദ്രോഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് നിങ്ങളെ തന്നെ ദ്രോഹിക്കുകയുള്ളൂ. സ്നേഹമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഉള്ളതെങ്കിൽ അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് ആരായിരിക്കും? നിങ്ങൾ തന്നെ. ഏറ്റവും ഉയർന്ന തരംഗ ദൈർഘ്യത്തിലാണ്. അതിനാൽ ആകർഷണ നിയമം അഥവാ സ്നേഹത്തിൻ്റെ നിയമം അതിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് പ്രതികരിക്കും. നിങ്ങൾ അനുഭവിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ഉന്നതമായ സ്നേഹമാണോ അത്രയും ഉന്നതമായ ഒരു ശക്തിയെയാണ് നിങ്ങൾ സ്വാധീനത്തിൽ ആക്കുന്നത്. ചിന്തകൾക്ക് അതുമായി ബന്ധപ്പെട്ട വസ്തുവിനോട് ബന്ധം സ്ഥാപിക്കുവാനും അതുവഴി മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രതികൂല അനുഭവങ്ങളെയും കീഴടക്കുവാനും വിശിഷ്ടമായ ഒരു ശക്തി നൽകുന്നുണ്ട്. സ്നേഹം എന്നുകൂടി പേരുള്ള ആകർഷണ നിയമം ആണിത്. എല്ലാ തത്വശാസ്ത്രങ്ങളിലും മതങ്ങളിലും ശാസ്ത്രങ്ങളിലും അന്തർലീനമായിട്ടുള്ള ശാശ്വതവും പ്രാഥമികവും ആയിട്ടുള്ള തത്വമാണത്. സ്നേഹത്തിൻ്റെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ചിന്തകൾക്ക് ഊർജം പകരുന്ന വികാരമാണത്. വികാരം എന്നത് മോഹമാണ്. മോഹം സ്നേഹമാണ്. സ്നേഹത്താൽ സമ്പുഷ്ടമാക്കിയ ചിന്ത അജയ്യമാണ്. സ്വന്തം ചിന്തകളെ മനസ്സിലാക്കാനും നിങ്ങളുടെ അധീനതയിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അപ്പോൾ സ്വന്തം യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ സൃഷ്ടിക്കാനാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യവും ശക്തിയും. മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വാക്യം മാർഫി ഷിമോഫ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യജീവിക്ക് സ്വയം ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: പ്രപഞ്ചം സൗഹാർദ്ദപരമാണോ? ആകർഷണ തത്വം മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിൻ്റെ ഒരേ ഒരു ഉത്തരം അതെ, ഈ പ്രപഞ്ചം തികച്ചും സൗഹാർദ്ദപരമാണ് എന്നായിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ഈ രീതിയിൽ മറുപടി പറയുമ്പോൾ ആകർഷണ നിയമപ്രകാരം നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാകണം. ആൽബർട്ട് ഐൻസ്റ്റീൻ രഹസ്യമറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ശക്തമായ ഒരു ചോദ്യം ഉന്നയിച്ചത്. ഈ ചോദ്യം നമ്മളെ ചിന്തിക്കാനും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാനും നിർബന്ധിതരാക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ അദ്ദേഹം നമുക്ക് ഒരു അവസരം നൽകുകയായിരുന്നു. ഐൻസ്റ്റീൻ്റെ ഈ ഉദ്ദേശത്തെ കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഉറപ്പോടെ പ്രഖ്യാപിക്കാൻ കഴിയും, ഇത് വിശിഷ്ടമായൊരു പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം എല്ലാ നന്മകളും എനിക്ക് തരുന്നു. പ്രപഞ്ചം എല്ലാ കാര്യത്തിലും എനിക്കായി ഉപജാപം നടത്തുന്നു. പ്രപഞ്ചം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് പിന്തുണ നൽകുന്നു. പ്രപഞ്ചം എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഉടൻ നിറവേറ്റി തരുന്നു. ഇത് സൗഹാർദ്ദപരമായ പ്രപഞ്ചം തന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഈ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.